ഹായ്. മഴ കണ്ട ഇവിടെ ഇത്രയും പുല്ല് പറിച്ച് രാവിലെ അതാണ് പണി. വെൽക്കം. നമുക്കേ ഒരു സാധനം വെട്ടിയെടുത്താലോ? ഒരു ഇന്നത്തെ പണിയേ ഇതാണ്. ഇത് കണ്ടോ, കുറച്ച് പൂവ പരിവായി എങ്ങനെ കിടക്കേണ്. ഇതിനെ ഒന്ന് വെട്ടിയെടുക്കണം. ഇനി ഇതിവിടെ കിടന്ന പട്ടിട്ട് നിന്ന് മുളച്ചതാണെന്ന് തോന്നി. ഇനിയും ഇവിടെ കിടന്ന ഇത് കച്ചിക്കിഴങ്ങ് പോലെ ആയിപ്പോവും, പരുവം തെറ്റിപ്പോവും. അതുകൊണ്ട് ഇതിനെ ഒന്ന് വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആദ്യം ഒന്ന് പിഴുത് നോക്കാം. കാണുന്നില്ല, ആദ്യം പിഴുത് മാറ്റാം. കൂവക്കിഴങ്ങ് ഇനി പൊട്ടിയിരിക്കും, നല്ല പൊട്ടിയിട്ടുണ്ട്. ഇനി വെട്ടിയെടുക്കാം. അത് കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ അത്രയും പിഴുതെടുത്തിട്ട് വെട്ടിയെടുക്കാം. പൂവയൊക്കെ പണ്ടുള്ള ആളുകൾ ഇതിനെ പച്ചയ്ക്ക് പൊടിച്ച് വെള്ളത്തിൽ കലക്കി ഇതിൻ്റെ മാവെടുത്ത് ഉണക്കി വച്ചിരിക്കും. വയറിന് അസുഖം, വയറുകടിയൊക്കെ വരുമ്പോഴും ഇതാണ് കുറുക്കി കൊടുക്കുന്നത്. തൊണ്ടൊക്കെ ഇട്ട് നട്ടത് കാരണം തൊണ്ടൊക്കെ അങ്ങനെ അഴി തുടങ്ങുകയേ ഉള്ളൂ. ഇപ്പൊ ഈ വാഴയുടെ മൂടായത് കാരണം കുറച്ച് ചോലയായിരുന്നു, അതുകൊണ്ട് കിഴങ്ങ് ഇത്തിരി കുറവായിരിക്കും. എന്നാല് ഒരു ദിവസം അവിക്കാനുള്ള കിഴങ്ങ് കിട്ടും. പരുവായി. കാരണം ഇങ്ങനെ ഉറപ്പ് വരുമ്പോഴാണ്, കിഴങ്ങിന് ഉറപ്പ് വരുമ്പോഴാണ് ഇത് പരുവായെന്ന് മനസ്സിലാവും. കണ്ടോ, കിഴങ്ങ് നല്ല ഉറപ്പുണ്ട്. വെട്ടി നോക്കാം. ഇതിങ്ങനെ കിഴങ്ങ് താമ ആണ് പോകണം. വെട്ടിയെടുക്കാൻ തന്നെ പടയോ. നല്ലൊരു കിഴങ്ങായിരുന്നു, പകുതി വെച്ച് വെട്ടുകൊണ്ട്. കണ്ട, ഇതെല്ലാം പൊട്ടിപ്പോണു കേട്ടോ. ഇതൊക്കെ നല്ല വലിയ കിഴങ്ങ്. ഇതിനൊക്കെ വലിയ ഓരോന്നും ഇട്ട് ഞാൻ നട്ടതല്ല. ഓരോക്കെ ഇട്ടിട്ട് ഇങ്ങനെയല്ല, നല്ല കിഴങ്ങ്. ഇന്നിത്തിരി മഴ കുറവുണ്ട്. നിങ്ങളുടെ ഇവിടെയൊക്കെ എങ്ങനെ മഴയുണ്ടോ ഇപ്പോഴേ? ഇതുപോലെ ഞാൻ അവിടെ വെട്ടിയപ്പോൾ അവിടെ നിന്ന് ഇതുപോലെ ചില കിഴങ്ങുകൾ എനിക്ക് വെട്ടിയെടുക്കാൻ പറ്റിയില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് അവിടെ കിടന്ന് തനിയെ പൊടിച്ച് അങ്ങനെ അവിടെ പൊടിച്ച് നിൽക്കുകയാണ്. ഇതും അതുപോലെ എനിക്ക് വെട്ടിയെടുക്കാൻ പറ്റാത്ത കിഴങ്ങൊക്കെ ഇവിടെ ഇരുന്നിട്ട് അത് വീണ്ടും മുളച്ച് വരും. അപ്പോൾ നമുക്ക് വീണ്ടും അത് വെട്ടിയെടുക്കാൻ പറ്റും. ഇവിടെയൊക്കെ ഇപ്പോൾ നല്ല കാറ്റാണ്. മഴയായത് കാരണം കാറ്റിളകി കിടക്കുകയാണ്. കണ്ടോ, നല്ല കാറ്റടിക്കുന്നത്. കാറ്റ് വന്നു കള്ളനെ പോലെ, കാട്ടുമുല്ലയ്ക്കുമ്മ കൊടുത്തു കാമുകനെ പോലെ. കാറ്റ് വന്നു
എന്തുവാ ഉമ്മ കേട്ടെന്ന് പറഞ്ഞതുപോലെ കാറ്റ് വന്ന് അടിക്കുമ്പോൾ എന്തൊരു സുഖം. ഇതാ വേർത്ത് കുളിച്ച് നിൽക്കുകയാണ്. രാവിലെ തുടങ്ങിയ പണിയാണ്. പുല്ല് പറിക്കലും ഇളക്കി നടലും അങ്ങനെ പല പല വളമിടലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. ആദ്യം മുറിഞ്ഞു പോയ പാതിയ. ഓ നല്ലത് കിടന്നേ. അത്രയും ഒടിഞ്ഞൊടിഞ്ഞു പോയി. ഒന്നിച്ചെടുത്തിട്ട് കണ്ട ഒരു കെമിക്കലും ഇല്ലാത്ത നല്ല കൂവക്കിഴങ്ങ് തവിച്ച് തിന്നണം. നല്ല ടേസ്റ്റാണ്. പാലധികം വറ്റണതിന് മുമ്പേ തവിക്കണം. അധികം ദിവസം കഴിയണതിന് മുമ്പേ തവിക്കണം. എങ്കിലേ ഇതിൻ്റെ ആ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. നല്ല ടേസ്റ്റാണ്. കണ്ട ഇനി തണ്ടല്ല, ഇനിതല്ല. ഇതിനെ പകുതി വെച്ച് ഇവിടെ വെച്ച് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് വാടിയിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടണം. വാടിയതിന് ശേഷം ഇതെല്ലാം നമുക്ക് വീണ്ടും ഇവിടെ തന്നെ കുറച്ച് ഓരോക്കെ ഇട്ട് നടാം. അപ്പോഴേ ആവശ്യത്തിനുള്ള പൂവക്കിഴങ്ങ് കിട്ടും. വേറെ 1-2 സ്ഥലത്ത് ഞാൻ നട്ടിട്ടിട്ടുണ്ട്. അതിപ്പോൾ വെട്ടാറായി. ഇത് കണ്ട അങ്ങനെ എനിക്ക് 2 ദിവസം അവിക്കാനുള്ള കൂവക്കിഴങ്ങ് കിട്ടി. കൊള്ളാവോ? ഇനിയൊരു വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരെ ബായ്.